ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വെള്ളയപ്പത്തിൻ്റെ അഥവാ അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മളെല്ലാവരും വീട്ടിൽ അരി അരച്ചിട്ട് അല്ലേ, പച്ചരി കുതിർത്ത് അത് അരച്ചിട്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. നമ്മൾ പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്ന അപ്പം പോലെ തന്നെ ടേസ്റ്റിയാണ് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അപ്പം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യണതെന്ന്. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml മെഷർമെൻറ്റ് കപ്പാണ് കേട്ടോ. അപ്പോൾ ആ മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടി, നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗോതമ്പ് പൊടി. എൻ്റെ ശബ്ദം ആകെ പോയിരിക്കുകയാണ്, സൗണ്ട് ക്ലാരിറ്റി ഇല്ലെങ്കിൽ സോറി കേട്ടോ. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ 1 കപ്പ് തേങ്ങാപ്പീര വേണം. ഇത് ഒരു തേങ്ങയുടെ പകുതി ചിരകിയെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള തേങ്ങാപ്പീര ആണെന്നുണ്ടെങ്കിൽ അതെടുത്ത് വെളിയിൽ വെച്ച് അതിനെ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം അരയ്ക്കാൻ വേണ്ടി എടുക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് 1/2 കപ്പ് ചോറ് വേണം. ഇതിങ്ങനെ പിങ്ക് കളറിൽ ഇരിക്കുന്നത് വേറെ കൊണ്ടല്ല, ഇത് പാലക്കാടൻ മട്ടയുടെ ചോറാണ് കേട്ടോ. അത് വെള്ളച്ചോറാണെങ്കിലും കുഴപ്പമില്ല, പാലക്കാടൻ മട്ടയുടെ ഇതുപോലത്തെ പിങ്ക് കളറുള്ള ചോറാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഈസ്റ്റ് വേണം. ഈസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 2 ടൈപ്പ് ഈസ്റ്റ് ഉണ്ട്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാകും, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണിനും 1/2 ടീസ്പൂണും ഇടയ്ക്കുള്ള അളവ് മതിയാവും. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അരയ്ക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചേർക്കാം, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അതായത് ഒരു 1-2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക, അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക, 1 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർക്കുക, എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി മിക്സായി ഇങ്ങനെ പതഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മൾ അരയ്ക്കുന്ന മാവിലേക്ക് ചേർക്കാം. അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒന്നും ചെയ്യേണ്ട, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അത് വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈസ്റ്റ് അത് വാങ്ങിക്കുമ്പോൾ പാക്കറ്റിന് മേലെ എഴുതിയിട്ടുണ്ടാവും അത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണോ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർക്കാം. ഞാനൊരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണൊക്കെയാണ് ചേർക്കാറ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും വേണം. അതിൻ്റെ അളവ് ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത് അരയ്ക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പീര ചേർക്കാം, പിന്നെ 1/2 കപ്പ് ചോറ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കണം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. പഞ്ചസാര നിങ്ങൾക്ക് 4 ടേബിൾ സ്പൂൺ വരെയും ചേർക്കാം കേട്ടോ. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു ചെറിയൊരു മധുരം വരും, ഭയങ്കര മധുരമൊന്നും വരില്ല, എന്നാലും ചെറിയൊരു മധുരം വരും. അതൊരു ടേസ്റ്റാണ് അപ്പത്തിന്. പിന്നെ അപ്പത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് ഒന്ന് മൊരിഞ്ഞ് വരാനായിട്ട് ഈ പഞ്ചസാര ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഈസ്റ്റ് ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡ്രൈ ഈസ്റ്റ് ആണ് ചേർക്കേണ്ടത്, 1/2 ടീസ്പൂൺ ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർക്കുന്നവരാണെങ്കിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വെള്ളവും പഞ്ചസാരയും ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അത് അങ്ങനെ തന്നെ ഇതിലേക്ക് ഒഴിക്കുക. അങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കാം, 2 കപ്പ് ഗോതമ്പ് പൊടി. ഇനി ഇത് അരഞ്ഞ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിക്കില്ല. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അതായത് 1.5 കപ്പ് വെള്ളം, 250 ml കപ്പിൽ 1.5 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. അരയുന്നുണ്ടോ എന്ന് നോക്കാം. അരയുന്നില്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പത്തിൻ്റെ ബാറ്റർ കുറച്ചും കൂടി ലൂസാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് അരയണം, നല്ല അസലായിട്ട് നല്ല വെണ്ണ പോലെ അരയണം, ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ സൈഡിലൊക്കെ ഇരിക്കുന്നതും കൂടിയിട്ട് നമുക്കൊന്ന് വൈപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ തന്നെ അങ്ങ് ഇരിക്കും, അരയില്ല. അപ്പോൾ നന്നായിട്ട് അരയണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലുള്ളതും കൂടി വൈപ്പ് ചെയ്ത് അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി അരയ്ക്കാം. കണ്ടോ, ഇപ്പോൾ ബാറ്റർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി മതി നമുക്ക്. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്, ഒട്ടും തരിയില്ല അതിനകത്ത്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ആ ഒരു പാകത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. അപ്പം ചുടാൻ നേരത്താണ് നമ്മൾ ഉപ്പിടുക. ഉപ്പ് ഇപ്പോഴേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മാവ് പൊന്തി വരാനായിട്ട് സമയമെടുക്കും. അപ്പോൾ നമുക്ക് അന്നേരം ഇട്ട് കൊടുക്കാം. ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മുതൽ ഒരു 8 മണിക്കൂർ വരെ വെക്കാം. 5 മണിക്കൂർ എന്ന് പറയുന്നത് ഏറ്റവും കുറവ് സമയമാണ്. ഇപ്പൊ നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് പൊന്തി വരും. നല്ല തണുപ്പാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ചിട്ടാണ് ഇതിന്റെ ഒരു സമയം. അപ്പോൾ അധികം തണുപ്പടിക്കാത്ത സ്ഥലത്ത് നമുക്കിത് വെക്കാം. ഇരുട്ടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്.
ഇപ്പോൾ ഫാനിൻ്റെയോ AC-യുടെ ഒക്കെ കാറ്റ് ഡയറക്റ്റ് ആയിട്ട് അടിക്കുന്ന സ്ഥലത്ത് മാക്സിമം വെക്കാണ്ട് നോക്കുക. നിങ്ങൾ അടുപ്പിനോട് ചേർന്നിട്ടോ സ്റ്റവിനോട് ചേർന്നിട്ടോ ഒക്കെ വെക്കുക. അപ്പോൾ ഞാനൊരു 6 മണിക്കൂറാണ് വെക്കണത്. 6 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ മാവ് പുളിക്കാൻ വെച്ചിട്ട് ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ, നമ്മുടെ മാവ് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. നല്ല ബബിൾസ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ അപ്പത്തിനുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് നമ്മൾ ഇട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണിനും 1/2 ടീസ്പൂണിനും ഇടയ്ക്കുള്ള അളവിലാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാൻ മറക്കരുത്. അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിടിച്ച് കിടക്കും. നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് അപ്പം ചുട്ടെടുക്കാം. അപ്പം ചൂടാനായിട്ട് അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നിങ്ങൾ നോൺ സ്റ്റിക്ക് അല്ല യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ എപ്പോഴും അപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ചട്ടി അത്യാവശ്യം നല്ല ചൂടായിരിക്കണം. അത്യാവശ്യം നല്ല ചൂടായിരിക്കണം എന്ന് പറയുമ്പോൾ വല്ലാണ്ട് അങ്ങ് പുകഞ്ഞിട്ടുള്ള ചൂടല്ല ഉദ്ദേശിക്കുന്നത്. ചൂട് വേണം. നമ്മളിങ്ങനെ കൈ വെക്കുമ്പോൾ നമ്മുടെ കൈയിലേക്ക് ആവി അടിക്കണം. എന്നാൽ ചട്ടി ഭയങ്കരമായിട്ട് പുകയാനും പാടില്ല. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം. ഇതുപോലെ ഒരു തവി കോരി ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഷേപ്പിൽ കിട്ടും നമുക്ക്. ഇനി ഇത് അടച്ചു വെക്കാം. തീ ഒരു മീഡിയം തീയിൽ വെക്കാം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെ ആയിന്ന്. കണ്ടോ, നമ്മുടെ അപ്പം ഇതുപോലെ നല്ല കറക്റ്റായിട്ട് മൊരിഞ്ഞ് സൈഡൊക്കെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ അപ്പം വെന്തോന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ നടുഭാഗം കൂടിയിട്ട് വെന്തോന്ന് നോക്കണേ. അല്ലെന്നുണ്ടെങ്കിൽ നടുവിൽ വേവില്ല, സൈഡ് മാത്രം മൊരിഞ്ഞു വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആ ബാറ്ററിന്റെ ക്വാണ്ടിറ്റി കുറച്ചോളൂ കേട്ടോ ഒഴിക്കുന്നത്. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. നമ്മൾ അരി വെച്ചുണ്ടാക്കുന്ന അപ്പം പോലെ തന്നെ ടേസ്റ്റിയാണ് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന അപ്പം. 2-3 എണ്ണം കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നല്ല ഈസിയാണ് ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ അരി വെച്ചുണ്ടാക്കുമ്പോൾ അരി കുതിർക്കാനൊക്കെ ഉള്ള ഒരു സമയമൊക്കെ വേണം അല്ലേ? ഇതിന് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്കതങ്ങ് ചെയ്യാൻ പറ്റും. നല്ല എളുപ്പമാണ്, അതേപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, മറക്കണ്ട. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. നന്ദി, നമസ്കാരം.